ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയോട് മാപ്പൊക്കെ പറഞ്ഞ് വിക്രം താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞു വേദ, എന്ത് പറഞ്ഞു, നിങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. വാ അച്ഛാ, നമുക്ക് പോകാം എന്ന് വിക്രം പറയുമ്പോൾ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്. അന്നേരം മാഷ് ചോദിക്കുകയാണ്, അത് എനിക്ക് വേദന കണ്ട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയും, എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അവളെ പറഞ്ഞ് മനസ്സ് മാറ്റിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം അവളങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറ്റുന്നവളൊന്നുമല്ല എന്ന് പറയും. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്, പറഞ്ഞ് മനസ്സ് മാറ്റിക്കാനൊന്നുമല്ല, വെറുതെ ഒന്ന് കാണാനാണ്, എന്തായാലും ഒന്ന് വന്നതല്ലേ, യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതിനെന്താ, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ പത്മം പറയുന്നുണ്ട്, ദീപ്തി പോയി കൊണ്ട് കാണിച്ചു കൊടുക്കുക വേദന എന്ന് പറയുകയാണേ. അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം പോയതിന് ശേഷം കരഞ്ഞ് മുഖമൊക്കെ കഴുകി തുടച്ച് വരികയാണ്. അപ്പോഴേക്കും ദീപ്തി വരികയാണ് കേട്ടോ. അതേ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നുണ്ടല്ലോ, കരഞ്ഞല്ലേ. അപ്പോൾ അതെ ചേച്ചിക്ക് വിക്രം ചേട്ടന് ഇഷ്ടമാണെന്ന് അറിയാം, പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സ്വയം നീറേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് എനിക്കല്ല, വേറൊരാൾക്കാ. ആര്? നീ വിക്രം ചേട്ടൻ അച്ഛൻ വന്നിട്ട് ഹാളിൽ നിൽക്കുന്നുണ്ട്, ഞാൻ എന്താ പറയണോ, പോയിട്ട് കാണാൻ പറ്റില്ല എന്ന്? വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണേ. ആ വിളി മറന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ മാഷ് പറയാണ്, അല്ല നീ അവിടെ വന്ന നാളിൽ നീ എന്നെ മാഷെന്നാണ് വിളിച്ചിരുന്നത്, നീ അങ്ങനെ അച്ഛാന്ന് വിളിച്ചിരുന്നില്ല. അച്ഛാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. പിന്നീട് ഞാൻ തന്നെയാണ് കമലയോട് പറഞ്ഞേൽപ്പിച്ചത് അച്ഛ എന്ന് വിളിച്ചോളാനായിട്ട്. പക്ഷേ അങ്ങനെ അങ്ങനെ കമല വന്ന് പറയേണ്ടി വന്നില്ല. അതിനു മുമ്പേ തന്നെ നീ എന്നെ അച്ഛാന്ന് വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ വേദ ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം മാഷിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വേദയോട്. ഞാനെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ടൊന്നും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശ്രീനിവാസൻ്റെ കൂടെ വിക്രം നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അവൻ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രമേ അവൻ ശ്രീനിവാസൻ്റെ കൂടെ നിൽക്കൂ എന്നുള്ളത്. അത് അങ്ങനെ ഒരു തീരുമാനം അവൻ എടുത്തതിൻ്റെ കാരണം അവൻ എന്നോട് പറഞ്ഞപ്പോൾ അതും എനിക്ക് കൺവിൻസ് ചെയ്യാൻ ആയി. കാരണം വേറൊന്നും കൊണ്ടല്ല, അവൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്രയും കാലം അവൻ്റെ കൂടെ നിന്ന ആളല്ലേ, ഇങ്ങനൊരു ക്രൂഷ്യൽ ടൈമിൽ അയാൾ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അവൻ ഈ ഒരു ഇലക്ഷൻ സമയം വരെ മാത്രം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അതുപോലും നീ വിശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം നിനക്ക് വേണ്ടി അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ നീ എത്രമാത്രം അവന് പ്രിയപ്പെട്ടതായി മാറിയെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നീ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നതും അതേപോലെ ഒരു ക്രൂഷ്യൽ ടൈമിലാണ്. വിക്രമിൻ്റെ ജീവിതത്തിൽ ഒരു ക്രൂഷ്യൽ ടൈമിലാണ് നീ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാനും അവനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരാനായിട്ടുള്ള കാരണം നീയാണ്. ഇന്ന് അവനെ ഈ കാണുന്ന ഒരു രീതിയിലേക്ക് അവനെ എനിക്ക് തന്നതും നീ തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാരണം നീ കണ്ടെത്തി പറയണമായിരുന്നു എന്ന് പറയുകയാണേ. വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, 3 മരുമക്കൾ കയറി വന്നതിൽ നിന്നെയാണ് ഞങ്ങൾ മകളായിട്ട് കണ്ടത്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് 2 പേർക്കും കയറി ചെല്ലാൻ ഒരു ഇട ഉണ്ട്, പക്ഷെ നിനക്ക് അങ്ങനെ ഒരു ഇട ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കമലയ്ക്കും എനിക്കും നിന്നോട് ഒരു പ്രത്യേക സ്നേഹം മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നീ ഞങ്ങളുടെ മകളായി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഇനിയിപ്പോൾ ഞങ്ങളെ കാണണം, മിണ്ടണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വരാൻ മടിക്കരുത് കേട്ടോ. പിന്നെ ചക്രപാണിയുടെ ഓഫീസും ഒക്കെ നമ്മളെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ തമ്മിൽ അകലൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മാഷിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വേദയ്ക്ക് അങ്ങനെ ഭയങ്കര സങ്കടമാവാണ്. വേദ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വാശി വേണം, കാരണം ഒരു വാശിക്ക് കണ്ടി ചാടിയിട്ടുണ്ടെങ്കിൽ 2 വാശിക്ക് കയറാൻ പറ്റില്ല എന്ന് പഴമക്കാർ പറയും. പക്ഷേ അങ്ങനെ ഒരു വാശിക്കെടുത്ത തീരുമാനം ആവരുത് നീ എന്നൊക്കെ പറയുകയാണേ. എന്തായാലും ഞാൻ പോകാണ്, എപ്പോഴെങ്കിലും ഇങ്ങനെ കാണണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വരാൻ മടിക്കരുതെന്നൊക്കെ മാഷിങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയണത് കണ്ടിട്ട് വേദയ്ക്ക് അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. മാഷിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. അപ്പോൾ മാഷിങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും വേദ പിന്നിൽ നിന്ന് വിളിക്കുകയാണ്, അച്ഛാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എനിക്ക് അവിടെ ഉള്ളവരാരോടും ദേഷ്യമോ പിണക്കോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു.
ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേര് കരയേണ്ടി വന്നേനെ. അങ്ങനെ ഒരുപാട് പേര് കരയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാന്ന് പറഞ്ഞിട്ട് കൈ രണ്ടും കൂപ്പി നിന്നിട്ട് മാപ്പ് പറയുകയാണ്. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ സാറില്ല, നിൻ്റെ തീരുമാനമല്ലേ, അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് പോകുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ നിന്ന് കരയാണ് കേട്ടോ. അപ്പോഴേക്കും ദീപ്തി വരികയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, കരയാണോ ചോദിക്കണം. വേദിച്ച് എന്ത് ബോൾഡായിരുന്നു, ഇപ്പം ഇങ്ങനെ സില്ലി ആയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കണം എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകും. അങ്ങനെ മാഷ് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും ശങ്കരനാരായണൻ ടെൻഷനോട് കൂടിയിട്ട് ചെല്ലുകയാണ്. എന്ത് പറഞ്ഞു വേദ, നിങ്ങളുടെ കൂടെ തിരികെ പോരാന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, തിരികെ വിളിക്കാനല്ല ഞാൻ അങ്ങോട്ട് അവളുടെ അടുത്തേക്ക് പോയത്, യാത്ര പറയാനാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലായി, അവളുടെ സ്വയം ഇഷ്ടത്തിന് തിരികെ വന്നതല്ല, അവളുടെ സ്വയം തീരുമാനം എടുത്തിട്ടും അവൾ തിരികെ വന്നതല്ല. അതെനിക്കൊരു കാര്യം ഉറപ്പായി എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതെന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഒരുപാട് പേരുടെ കണ്ണീര് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് ആരും വിചാരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും ഈ തീരുമാനം മാറാൻ സാധ്യതയുണ്ടെന്ന് തന്നെ മാഷ് പറയുകയാണേ. അന്നേരം ശങ്കരനാരായണൻ പറയണേ, എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിക്കുകയാണേ. അവള് വേറെ ആരോ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടെടുപ്പിച്ചിട്ടുള്ള തീരുമാനമാണ്, അതെനിക്ക് അവളിൽ നിന്ന് തന്നെ മനസ്സിലായി, അതറിയാനായിരുന്നു ഞാൻ വന്നതും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ആകെ ടെൻഷനാവാൻ കേട്ടോ. ഭയപ്പെടുത്തി ആര് അതറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും ഒരാൾ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാഷും വിക്രമും അവിടെ നിന്ന് പോകുകയാണ്. മാഷും വിക്രമും അവിടെ നിന്ന് പോകുന്ന സമയത്ത് വർഷം കൊണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ശ്രീകാന്ത് നിൻ്റെ വീട്ടിലെ സംഭവ വികാസങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ല, നിൻ്റെ പെങ്ങള് വേദ എന്ത് പറയുന്നു, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ, അവള് സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അവൾക്ക് എല്ലാവരോടും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അവൾ പുറത്തതൊന്നും കാണിക്കുന്നില്ല, നമ്മുടെ ഭീഷണി ഏറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അങ്ങനെ നീ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യരുത്, കാരണം അവളെ ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല, കാരണം അവളുടെ സ്വഭാവം നിനക്കറിയാലോ, അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവൾ എന്തോ ഒരു തീരുമാനം എടുത്തിട്ട് വന്നതാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ അച്ഛൻ അങ്ങനെ തോന്നാൻ കാരണം? വെറുതെ അങ്ങനെ തോന്നി, എനിക്ക് തോന്നുകയാണ് അവൾ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കൊടുക്കാനായിട്ടുള്ള എന്തോ ഒരു പദ്ധതിയുമായിട്ടാണ് അവൾ തിരികെ വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. രാവിലെ തുടങ്ങി എനിക്ക് അത് തന്നെയാണ് മനസ്സിൽ തോന്നുന്നത്, അതാണ് ശരി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണേ. അതുകൊണ്ട് അവളെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ശ്രീകാന്തിന് ചെറിയൊരു സംശയം തോന്നും, അച്ഛൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, അവൾ അത്ര പെട്ടെന്നൊന്നും ഒരു ഭീഷണിക്ക് വഴങ്ങൂല, ഇനി അവളെ വിക്രമിൻ്റെ അച്ഛനെ നമ്മൾ ഇനി ഉപദ്രവിക്കുന്നു വിചാരിച്ചിട്ട് അവൾ മിണ്ടാതിരിക്കുന്നതായിരിക്കുമോ, അങ്ങനെ തോന്നുന്നുണ്ടോ അച്ഛനെ ചോദിക്കണേ. ഏയ് അങ്ങനെ ഒന്നും ഭയപ്പെടുന്നവളല്ല അവളെ നീ അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്, അവളെ വ്യക്തമായിട്ടുള്ള എന്തോ ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കാനാണ് അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലാതെ നമ്മൾ ഒരു കാര്യം പറഞ്ഞ അവളെ ഭീഷണിപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ വന്ന് നിൽക്കാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല എന്ന് തന്നെ ചന്ദ്രശേഖരൻ പറയാൻ കേട്ടോ. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. വർഷയാണ് വിളിക്കുന്നത് അച്ഛാന്ന് പറയുമ്പോൾ, നീ ഫോൺ എടുക്ക്, സംസാരിക്കാൻ പറയേ. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലാണ്, അച്ഛനും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും കേട്ടോ. അച്ഛനെന്താ അവിടെ ചോദിക്കുമ്പോൾ, അച്ഛൻ വെറുതെ വന്നതാണ്, ഞങ്ങൾ വെറുതെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ ഇവിടെ ഉണ്ടായൊരു വിശേഷം. എന്ത് വിശേഷം? ഇവിടെ 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റുകളോ? ഏത് ഗസ്റ്റ് എന്ന് ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ വേദ, അവളുടെ ഭർത്താവും അമ്മായിച്ചനെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫോണിങ്ങനെ പൊത്തി പിടിച്ചിട്ട് അച്ഛനോട് പറയുകയാണേ, അത് വിക്രമിൻ്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു, നീ ലൗഡ് സ്പീക്കറിലിടും, ഞാനും കൂടെ കേൾക്കട്ടെ എന്ന് പറയുന്നത്. വർഷം ഞാൻ ലൗഡ് സ്പീക്കറിലിടണേ, നീ പറയുന്ന അച്ഛനും കൂടെ കേൾക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ലൗഡിലിടാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അവർ 2 പേരും കൂടെ വന്നു, ആദ്യം മോൻ ചെന്ന് സംസാരിച്ചു, 10 മിനിറ്റ് മാറി നിന്ന് സംസാരിച്ചു, പിന്നെ അവൻ്റെ അച്ഛൻ വന്ന് സംസാരിച്ചു. എന്തായാലും അവരിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവൾ തിരികെ കൂടെ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്, മാത്രമല്ല പോകുന്ന വഴിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് പോയതെന്നാണ് എന്നോട് ദീപ്തി പറഞ്ഞത്. ആരോ ഭയപ്പെടുത്തിയാണ് അവളെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതെന്നാണ് അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രീകാന്തൊക്കെ ആകെ പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്താനായിട്ട് ആരായിരിക്കും ശ്രീയേട്ടാ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെങ്ങനെ എന്നോട് ചോദിക്കുന്നത്, എനിക്കറിയാമെന്ന് ചോദിക്കുകയാണേ. അല്ല, ഇനി നിങ്ങൾക്ക് അവളെ ഭയപ്പെടുത്താനുള്ളതൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, നിങ്ങൾ ഭീഷണി അവൾ വീഴുകയില്ല, എന്തായാലും വേറെ ആരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണേ. ഞാനിപ്പോൾ വരാം, അച്ഛൻ വീട്ടിലില്ലേന്ന് ചോദിക്കുകയാണേ.
അതേന്ന് പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് ഇത് വിക്രമിൻ്റെയും വേദനയും കൂടിയിട്ടുള്ള ഒരു അഭിനയമാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കും ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചന്ദ്രശേഖരൻ ഒരു സംശയം തോന്നണം. അപ്പോൾ ശ്രീകാന്ത് പറയേ അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ തോന്നിക്കൂടായ്മയൊന്നുമില്ല എന്നൊക്കെ പറയണേ. എന്തായാലും ശരി, ഞാൻ അച്ഛനായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അച്ഛൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് CI സാബു വിക്രമിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വിക്രമിനെ കാണുമ്പോൾ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോടാ, എന്താടാ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നെന്ന് അറിയണ്ടല്ല, അവൾ പോയല്ലേ നിന്നെ ഇട്ടിട്ട് എന്നൊക്കെ പറയാം കേട്ടോ. അതന്വേഷിക്കാനാണോ സാർ ഇങ്ങോട്ട് വന്നത് എന്ന് പറയട്ടോ. അതന്വേഷിക്കാനല്ല, നിൻ്റെ തന്ത ഒന്ന് വിളിക്കി, എനിക്ക് അയാളോടാണ് പറയാനുള്ളതെന്ന് പറയുമ്പോഴേക്കും മാഷും കമലാമ്മയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ മാഷയും കമലാമ്മനെയും കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് CI സാബു പോലീസുകാരൊക്കെ കൂടിയിട്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.